JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുള്ള ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. LDC എക്സാം ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ പരീക്ഷ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പരീക്ഷ എഴുതിയ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം തന്നെ പറഞ്ഞ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പൊതുവെ പരീക്ഷ മറ്റുള്ള ഘട്ടങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായപ്പെടുന്നുണ്ട്. ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതായിരുന്നു. എന്നാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഏറെ കുട്ടികൾ പൊതുവെ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്കൊക്കെ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് മൊത്തത്തിലൊരു വിലയിരുത്തൽ പരീക്ഷയെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നടത്താം. ഇതിൻ്റെ അകത്ത് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞനുസരിച്ച് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതന്ത്രശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനുകൾ കുറച്ച് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണെന്നും എന്നാൽ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു എന്നുമൊക്കെ കുറേ ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ വളരെ പ്രതീക്ഷിച്ചിരുന്ന പല ചോദ്യങ്ങളും വന്നില്ല എന്നും എന്നാൽ ഇച്ചിരൂടെ കടുപ്പമേറിയ ചോദ്യങ്ങളാണ് ആനുകാലിക വിഷയങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും പൊതുവെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗണിതം സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളും അല്പം പ്രയാസമേറിയതാണ് എന്ന് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഓരോന്നും നമുക്ക് എത്ര മാർക്ക് വരെ ഓരോ ഉദ്യോഗാർത്ഥികളും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം. അതായത് പൊതുവിജ്ഞാനത്തിന് നമുക്ക് മൊത്തം 50 മാർക്കാണ് പരീക്ഷയ്ക്കുള്ളത്. അതിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു, അവരുടെ അഭിപ്രായം എല്ലാം തന്നെ അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മാർക്ക് എന്ന് പറയുന്ന ഒരു 36 മാർക്കാണ് പൊതുവെ ആവറേജ് കുട്ടികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളും പറഞ്ഞത് ഏകദേശം ഒരു 36 മാർക്കോളമാണ് അവർക്ക് എളുപ്പത്തിൽ നേടാമെന്നാണ് അവർ പറയുന്നത്. കൂടാതെ ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ച പോലെ അത്രയധികം പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊന്നും വന്നില്ല. അവരെ പ്രതീക്ഷിച്ച കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, എന്നാലും അതൊന്നും വന്നില്ല കഴിഞ്ഞ പരീക്ഷയിൽ അപേക്ഷിച്ച്. അപ്പോൾ എങ്കിലും ഒരു 14 മാർക്ക് വളരെ എളുപ്പത്തിൽ നേടാമെന്ന് പല ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട്. ഗണിതം കുറച്ച് പ്രയാസമായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കണക്ക് വളരെ പ്രയാസമുള്ള ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അവർ കണക്ക് പൊതുവെ വളരെ പ്രയാസമാണ്. അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനും മടിയാണ് കണക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണക്കിൽ നിന്ന് ഒരു 5 മാർക്ക് നേടാമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രയാസമാണ്. അവസാന നിമിഷത്തിലാണ് കണക്ക് ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ചെയ്തതെന്നും പല ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നും പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ 7 മാർക്ക് നേടാൻ ഒരു പ്രയാസവും ഇല്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അതുപോലെ മലയാളമാണെങ്കിലും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും പറയുന്നു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ പരീക്ഷകളെല്ലാം തന്നെ, അതായത് നേരത്തെ നടന്ന ഘട്ടങ്ങളിലെ പരീക്ഷകളിൽ മലയാളം പൊതുവെ എല്ലാ ഘട്ടങ്ങളിലും എളുപ്പമുള്ള ചോദ്യങ്ങളാണെന്ന് പല ഉദ്യോഗാർത്ഥികളും പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളൊക്കെ എല്ലാം തന്നെ പൊതുവെ എളുപ്പമായിരുന്നു എന്നാണ്, മലയാളം എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു ഘട്ടങ്ങളെ അപേക്ഷിച്ച് പൊതുവെ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് ഓരോ ഉദ്യോഗാർത്ഥികളും പറഞ്ഞത്. അവരുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോരുത്തർക്കും ലഭിക്കുന്ന മാർക്ക്, പലരും പറഞ്ഞ അഭിപ്രായത്തിലാണ് ഞാൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും മാർക്കാണ് പല ഉദ്യോഗാർത്ഥികൾക്കും ഓരോ പാർട്ടിൽ നിന്നും ലഭിക്കാൻ സാധ്യത. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് 60-നും 69-നും ഇടയ്ക്കാണ് മാർക്ക് വരാൻ സാധ്യത. കാരണം കഴിഞ്ഞ ഘട്ടങ്ങളിലേക്കാൾ കൂടുതൽ മാർക്ക് ഈ ഘട്ടങ്ങളിൽ സ്കോർ ചെയ്യാൻ പല ഉദ്യോഗാർത്ഥികൾക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കഴിഞ്ഞ പാർട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കൃത്യമായി ഡിസ്കസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാവാം എന്താണെങ്കിലും കഴിഞ്ഞ ഘട്ടങ്ങളിലേക്കാൾ കൂടുതൽ മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, അവർ പറഞ്ഞ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാവാം, ശരിയാവാതിരിക്കാം. എങ്കിലും ഏകദേശം ഓൾമോസ്റ്റ് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ ഒരു മാർക്കാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.